ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് അരിഞ്ഞത്, പിഴിഞ്ഞു വെച്ച മാങ്ങ ഇഞ്ചി എന്നിവ എടുത്തു വെക്കാം. ഒട്ടും വെള്ളമില്ലാതെ ഇരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി മാങ്ങ ഇഞ്ചി വഴറ്റാൻ വേണ്ടി കുറച്ച് എണ്ണ ചൂടാക്കി അതിനകത്തേക്ക് പിഴിഞ്ഞു വെച്ചെടുത്ത മാങ്ങ ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇത് നന്നായി വഴറ്റുന്നത് മാങ്ങ ഇഞ്ചിയുടെ ഒരു പച്ചമണം മാറിക്കിട്ടാനും ദീർഘകാലം അച്ചാർ കേടുകൂടാതെ നിലനിൽക്കാനും സഹായിക്കും. ചെറുതീയിലിട്ട് ആവശ്യത്തിന് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. അത് മാറ്റിവെച്ച് എണ്ണ ചൂടാക്കി അതിലേക്ക് കടുകും ഉലുവയും കുറച്ച് മാത്രം ഇട്ട് പൊട്ടിച്ചെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ഇട്ട് വഴറ്റി എടുക്കാവുന്നതാണ്. ചെറിയ തീയിലിട്ട് വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഞാനിവിടെ 3 സ്പൂൺ മുളക് പൊടിയാണ് എടുക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. ഇതും കൂടി ഇട്ട് നന്നായി യോജിപ്പിച്ചെടുക്കുക. അതിലേക്ക് വഴറ്റി വെച്ച മാങ്ങയിഞ്ചി ഇട്ട് കൊടുക്കുക. മാങ്ങയിഞ്ചി ആദ്യമേ തന്നെ ഉപ്പിട്ട് പിഴിഞ്ഞു വെച്ചതുകൊണ്ട് നമ്മൾ ഇതിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. അതിലേക്ക് ഇനി കടുകും ഉലുവയും പൊടിച്ചതുകൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് നോക്കി അതും കൂടെ ചേർത്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഒരുപാട് വേകേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി നമ്മൾ മാങ്ങ ഇഞ്ചി വഴറ്റിയെടുത്തിട്ടാണ് അച്ചാർ ആക്കാൻ ഉപയോഗിച്ചത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി നോക്കി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനെന്ന് പറയുന്നതിന് കാരണം മാങ്ങ ഇഞ്ചിയിൽ പുളി കുറവാണ്, പുളി ഇല്ലാന്ന് തന്നെ പറയാം. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയൊക്കെ ഒന്നും കൂടെ നന്നായി ഇളക്കി സെറ്റാക്കി കൊടുക്കാം. പൊതുവെ എല്ലായിടത്തും കാട് പോലെ കാണപ്പെടുന്ന മഞ്ഞളുമായിട്ട് സാമ്യമുള്ള ചെടിയാണ് മാങ്ങയിഞ്ചി എന്ന് പറയുന്നത്. ഇതിന് നല്ല സുഗന്ധമാണ്. അതുതന്നെയാണ് ഇതിൻ്റെ സവിശേഷതയും തിരിച്ചറിയാനുള്ള മാർഗവും. ഇനി ഇത് ഭരണിയിലേക്ക് മാറ്റി വെക്കാം. ചൂടോടെ മാറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക, കാരണം ഞാനിവിടെ ചൂടോടെയാണ് മാറ്റിയത്. തണുത്തിട്ട് മാറ്റുവാണെങ്കിൽ ദീർഘകാലം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. മാങ്ങയിഞ്ചി അച്ചാർ റെഡിയായി. എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.